ബോഡി ഷേമിങ് പണിഷബിൾ ഒഫൻസ് ആണ്. ഡീഫമേഷൻ പണിഷബിൾ ആണ്. ഇൻസൾട്ടിങ് പണിഷബിൾ ആണ്. എന്തിന്? മറ്റൊരാളുടെ ലൈഫിലെ സ്പേസിലോട്ട് വെറുതെ കയറി വന്ന് ചൊറിയുന്നത് പോലും സൈബർ സെൽ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ എന്താണെങ്കിലും കേസ് കൊടുക്കാവുന്നതാണ്. കേരളത്തിലെ ലോ നല്ല സ്ട്രോങ് ആകുമ്പോൾ ഈ വക സംഭവങ്ങൾ റിയാക്ട് ചെയ്യേണ്ടതാണ്. കേസ് കൊടുക്കാനുള്ള അവകാശം മനുഷ്യർക്കുണ്ട്. അത് ഇപ്പം കഴിഞ്ഞ തന്നെ കലാഭവൻ ആ സംഭവം റിലേറ്റ് ചെയ്തിട്ട് ആ സ്ത്രീ സത്യഭാമയ്ക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കേസ് റിലേറ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിൻ എന്ന് പറയുന്ന ബിഗ് ബോസിൻ്റെ ഉള്ളിലെ മുല്ല നമ്മുടെ ജിൻഡോനെ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് വിളിച്ചത് ലിറ്ററലി ഹ്യൂമൻ റൈറ്റ്സിന് കേസെടുക്കാൻ വകുപ്പുള്ളൊരു സംഭവമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരാളെ കളർ വെച്ചിട്ടോ ഒന്നും ഒരാളെയും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾ ആർ ഇംപെർഫെക്റ്റ്. ഒരാളുടെ ലുക്ക് വൈസോ ഒന്നും ഒരാളെ ഈവൻ പബ്ലിക് അത് ചുമ്മാ തമാശയ്ക്കാണെങ്കിൽ പോലും പല ആൾക്കാരും പല ആൾക്കാരുടെ ലുക്കിനെ വെച്ചിട്ടും മറ്റുമൊക്കെ കളിയാക്കാറുണ്ട്. അത് ആൾക്ക് ഹേർട്ട് ആവാറുണ്ട്. എന്നിട്ട് ഇവർ പറയുന്ന ഒരു മ്ലേച്ഛമായ ഡയലോഗാണ്, ജസ്റ്റ് ഫോർ ഫണ്ട്. നിങ്ങൾക്ക് തമാശയായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ഈ തമാശ ഒരാൾക്ക് പറയുമ്പോൾ മാത്രമല്ല തമാശയായിട്ട് തോന്നുന്നത്, മറ്റുള്ളവർക്കും തമാശയായിട്ട് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം ഇത്രയും വലിയൊരു കുടുംബ പ്രേക്ഷകർ കാണുന്ന, ലാലേട്ടൻ പറയുന്ന പോലെ കുടുംബ പ്രേക്ഷകർ കാണുന്ന, കുട്ടികളടക്കം കാണുന്ന സൊസൈറ്റിയുടെ റിഫ്ലക്ഷനായ ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റൻ്റായ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ജിൻഡോയ്ക്കെതിരെ പറഞ്ഞ ഈ സംഭവത്തിന് ഭാഗമായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കംപ്ലയിൻറ്റ്സ് അഗൈൻസ്റ്റ് റൈസിസ്റ്റ് കമൻറ്റ്സ് ഓൺ ബിഗ് ബോസ് മലയാളം, അതായത് ഒരു കംപ്ലൈൻറ്റ് റേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും സംഭവം കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ല. കാരണം ആളുകൾ വളരെ വളരെ ലൂസായിട്ട് വിടുന്ന സംഭവങ്ങളാണ് ഈ വക. ഒരാളെ കളിയാക്കുന്നതും ഇൻസൾട്ട് ചെയ്യുന്നതും ഡീഫാം ചെയ്യുന്നതും തക്കാവാൻ നോക്കുന്നതാണ്. വലിയ സംഭവം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ വൺസ് കേസ് കൊടുത്ത് ഇത് സ്ട്രോങ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വരുന്ന ഒരു വരികൾ ചെറുതൊന്നുമല്ല, കുടുംബത്തിൻ്റെ അടിവേര് വരെ തോന്നും. കാരണം ആൾക്കാർ ഇറങ്ങിത്തിരിക്കേണ്ടി വരും. അപ്പോൾ ആരാണെങ്കിലും ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ കാണിച്ച ആളുടെ ഗറ്റ്സിനെ ഹാറ്റ്സ് ഓഫ് യു. കാരണം ഇത് സൊസൈറ്റിയിലായിട്ടുള്ളൊരു മെസ്സേജാണ്. ജിൻഡോനെ അങ്ങനത്തെ ഒരു രീതിയിൽ കരിഞ്ഞ മത്സ്യകന്യകൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമേ ജാസ്മിൻ ഇല്ല. കാരണം നിറത്തിനെ വെച്ചിട്ടോ ഹൈറ്റിനെ വെച്ചിട്ടോ ഒന്നിനെ വെച്ചിട്ട് സംസാരിക്കേണ്ട ആവശ്യം. ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പണ്ടുള്ള കാര്യമാണ്. മനുഷ്യന്മാർ ഇംപെർഫെക്റ്റ് ആണ്. ഓരോരുത്തർ രീതിയിൽ ജനിക്കുന്നു, ജീവിക്കുന്നു. മരിച്ച് മേലോട്ട് പോണ സമയത്ത് ആൾക്കാർ വന്നിട്ട് ആ പൊക്കമുള്ളവൻ അല്ലെങ്കിൽ ആ വെളുത്തവൻ അല്ലെങ്കിൽ ആ പല്ലില്ലാത്തവൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും സംസാരിക്കേണ്ട ആവശ്യം തന്നെയില്ല. ബോഡി എപ്പോഴാണ് എടുക്കേണ്ടതെന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുള്ളൂ. നമ്മളുടെ ശരീരത്തിന് ശ്വാസം വിട്ടു പോയാൽ പിന്നെ ഈ ശരീരം എന്ന് പറയുന്നതിന് ആൾക്കാർ ബോഡി എന്നാണ് വിളിക്കുക. കാരണം അത്രയേ ഉള്ളൂ, ശ്വാസം വിട്ടു പോയി. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത രീതിയിലുള്ള പോയിന്റിങ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇവൻ ഇത് എല്ലായിടത്തും ഉണ്ട്. സമയം സത്യഭാമ എല്ലാവരും പൊക്കി പറഞ്ഞു എന്ന് പറഞ്ഞു. ഇവൻ നമ്മുടെ വീട്ടിൽ പോലും ഉണ്ട്. അയ്യോ നീ ആ ഡ്രസ്സ് ഇട്ടാൽ ശരിയാവില്ല, നിനക്ക് ഇരുന്നറല്ലേ ആ ഡ്രസ്സ് ഇട്ടാൽ ശരിയാവില്ല. സ്കൂളിൽ ടീച്ചേഴ്സ് അവൾ കുറച്ച് ബാക്കിലോട്ട് നിന്നോട്ട്, അവൾ കുറച്ച് ഇരുന്നറാണ്, വെളുത്ത കുട്ടി ഫ്രണ്ടിലോട്ട് വരും. അങ്ങനെ പല രീതിയിലും നമ്മുടെ സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലായിടത്തും ഈ ചോ വച്ചിട്ടുള്ള ഒരു സംസാരമുണ്ട്. അത് ആദ്യം നിർത്തണം. ആ ഒരു രീതിയിൽ പോയിന്റ് ചെയ്യണ്ട. ഒരാൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ആളുടെ പേര് വിളിക്കുക, അല്ലെങ്കിൽ അയാളെന്നോ വിളിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഒരാളെ അറിയോ വെളുത്തിട്ട് പൊക്കത്തിലോ അല്ലെങ്കിൽ വെളുത്തിട്ട് ആ ഒരു രീതിയിലേക്കുള്ള സംസാരം സൊസൈറ്റിയിൽ ഒരുപാടുണ്ട്. അത് ലിറ്ററലി ടോക്സിക് ആണ്. അത് ഒരു രീതിയിലും മേക്കപ്പ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. എന്താണെങ്കിലും ജാസ്മിൻ അടാറ് പണി വരുന്നുണ്ട്. കാരണം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇവർ മനുഷ്യാവകാശ ടീമൊക്കെ കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊരിപ്പോരാൻ പറ്റുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജിൻഡോയ്ക്കെതിരെ വന്നിരിക്കുന്ന ഈ ഒരു ടോക്കിനെതിരെ കൊടുത്തിരിക്കുന്ന ആരാണെങ്കിലും ഈ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തത് വളരെ നന്നായി. ഇതെല്ലാവർക്കും ഒരു പാഠമാവട്ടെ.